ഹരേ കൃഷ്ണ. നമുക്കൊരു കഥ കേട്ടാലോ? പുരി ജഗന്നാഥ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറു ഗ്രാമത്തിൽ സുഭദ്ര എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവൾ ഒറ്റ മകളായിരുന്നു. അവളുടെ കൂട്ടുകാർക്കെല്ലാം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവളുടെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ജ്യേഷ്ഠനില്ലാത്തത്? അമ്മ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അച്ഛനും അമ്മയും തമ്മിൽ നോക്കി. പിന്നെ ഒരു ദിവസം അവളെ കൂട്ടി അവർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിനുള്ളിൽ കയറിയപ്പോൾ അമ്മ ശ്രീ ജഗന്നാഥന്റെ വിഗ്രഹം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, മോളെ സുഭദ്രേ, ഇതാ നിന്റെ ജ്യേഷ്ഠൻ. കുഞ്ഞിന്റെ കണ്ണുകൾ സന്തോഷത്തോടെ തിളങ്ങി. സത്യമാണോമേ? ഇത് എന്റെ ജ്യേഷ്ഠനാണോ? അതേ മകളെ, ജഗന്നാഥൻ തന്നെയാണ് നിന്റെ ജ്യേഷ്ഠൻ. ആ ദിവസം മുതൽ അവളുടെ ദുഃഖം മാറി. സുഭദ്ര അതീവ സന്തോഷവതിയായി കാണപ്പെട്ടു. അതിനുശേഷം അവൾ ദിവസവും ക്ഷേത്രത്തിൽ പോകും. ഭഗവാനോട് സംസാരിക്കും. തന്റെ സന്തോഷം പങ്കുവെക്കും. ചിലപ്പോൾ കത്തുകൾ എഴുതി ഭഗവാന്റെ മുമ്പിൽ വെക്കും. ഒരു ദിവസം രക്ഷാബന്ധൻ അടുത്തെത്തുമ്പോൾ അവൾ ഒരു കത്ത് എഴുതി. എന്റെ പ്രിയപ്പെട്ട ജഗന്നാഥ ജ്യേഷ്ഠ, അങ്ങല്ലേ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. ഈ വരുന്ന രക്ഷാബന്ധൻ ദിനത്തിൽ ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ രാഖി കെട്ടാൻ ഞാൻ വരും. ജ്യേഷ്ഠൻ എന്നെ കാത്തിരിക്കണം. സ്നേഹത്തോടെ നിന്റെ സുഭദ്ര. അടുത്ത ദിവസം അവൾ ആ കത്ത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ ഒരു പൂജാരി സുഭദ്ര സമർപ്പിക്കുന്ന കത്തുകൾ വായിക്കാറുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ നിർമ്മലമായ ഭക്തി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ഒരു ദിവസം മറുപടി എഴുതി, മകളെ, നീ ജഗന്നാഥന് എഴുതുന്ന കത്തുകൾ ഞാൻ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കാറുണ്ട്. നിന്റെ ഭ്രാതൃസ്നേഹം എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. രക്ഷാബന്ധൻ ദിനത്തിൽ നീ ക്ഷേത്രത്തിലേക്ക് വരൂ. ഞാൻ നിന്നെ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. സുഭദ്ര സന്തോഷത്തോടെ കാത്തിരുന്നു. അവസാനം ആ ദിവസം എത്തി. അവൾ ഒരു താലത്തിൽ രാഖി, കുങ്കുമം, അരി, മധുരപലഹാരങ്ങൾ, ചെറിയ വിളക്ക് എന്നിവ ഒരുക്കി ക്ഷേത്രത്തിലെത്തി. പക്ഷെ അന്ന് വലിയ തിരക്കായിരുന്നു. പൂജാരിക്ക് അവളെ കാണാനായില്ല. തിരക്ക് കുറഞ്ഞപ്പോൾ അദ്ദേഹം ആശങ്കയോടെ അന്വേഷിച്ചു, ആ കുഞ്ഞ് എവിടെ പോയി? അവസാനം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്ന സുഭദ്രയെ കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് പറഞ്ഞു, മകളെ, ഒന്ന് നിൽക്കൂ. രാഖി കെട്ടാനല്ലേ വന്നത്? വരൂ, ഇപ്പോൾ ഞാൻ നിന്നെ അകത്തേക്ക് കൊണ്ടുപോവാം. സുഭദ്ര പുഞ്ചിരിച്ചു. കണ്ടിജി, ഞാൻ ഇതിനകം എന്റെ ജ്യേഷ്ഠന് രാഖി കെട്ടി. അദ്ദേഹം നമ്പരുന്നു. എന്താണ് പറയുന്നത് മകളെ? ക്ഷേത്രത്തിൽ പൂജകൾക്കായി ഇതുവരെ അടഞ്ഞിരുന്നു. ഇപ്പോഴാണ് തുറന്നത്. സുഭദ്ര നിഷ്കളങ്കമായി പറഞ്ഞു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ വന്നപ്പോൾ നാടറിഞ്ഞിരുന്നു. നേരം വൈകിയല്ലോ എന്ന് ഞാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ വെളുത്ത നിറമുള്ള ഒരു നീല പട്ടുടുത്ത ഒരു സുന്ദരനായ യുവാവ് എന്റെ അടുത്തേക്ക് വന്നു. ആരാണ്? അവൻ എന്തു പറഞ്ഞു? പൂജാരി നല്ല ഉത്സാഹത്തോടെ ചോദിച്ചു. അവൻ എന്റെ കൈ പിടിച്ചു പറഞ്ഞു, വരൂ സഹോദരി, ജഗന്നാഥന് രാഖി കെട്ടാൻ വന്നതല്ലേ? നിന്നെ അകത്തേക്ക് കൊണ്ടുപോവാൻ നിന്റെ ജ്യേഷ്ഠൻ എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ജഗന്നാഥൻ ജ്യേഷ്ഠന്റെ കയ്യിൽ രാഖി കെട്ടി. അവൾ ഒന്ന് നിർത്തി ലജ്ജയോടെ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പോഴാണ് ആ യുവാവ് തന്റെ കൈ എന്റെ നേരെ നീട്ടിയത്. ഞാനും നിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. എന്റെ കയ്യിൽ രാഖി കെട്ടി തരൂ. ഞാൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ രാഖി കെട്ടി. ഇത് കേട്ട പൂജാരി സ്തംഭിച്ചു. മകളെ, നീ എന്റെ കൂടെ വരൂ. അദ്ദേഹം അവളെ വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ നോക്കിയപ്പോൾ ജഗന്നാഥന്റെ കയ്യിൽ രാഖി. വീണ്ടും നോക്കി, ബലഭദ്രസ്വാമിയുടെ കയ്യിലും രാഖി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗോവിന്ദ ഗോവിന്ദ, സാക്ഷാൽ ബലഭദ്രൻ തന്നെയാണ് അവളെ അകത്തേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം സുഭദ്രയെ ചേർത്ത് പിടിച്ചു. മകളെ, നീ എത്ര ഭാഗ്യവതിയാണ്. നിന്റെ നിർമ്മലമായ സ്നേഹം ഭഗവാൻ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം തൊണ്ടയിൽ തടഞ്ഞുപോയി. സുഭദ്രയെ പോലെ ഭഗവാനെ സ്നേഹിക്കാൻ നമുക്കും കഴിയട്ടെ. ഈ ചെറിയ കഥ ജഗന്നാഥന്റെ പാദങ്ങളിൽ ഒരു പ്രേമ പുഷ്പാഞ്ജലിയായി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? ഹരേ കൃഷ്ണ.